ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് ടേസ്റ്റ് ടൈം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്രിസ്മസ് സ്പെഷ്യൽ മുന്തിരി വൈനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. 21 ദിവസം കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി വൈൻ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. 2 പാർട്ടായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. അതിനായി ഞാനിവിടെ 1 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിത് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. എടുത്തു വെച്ചിട്ടുള്ള മുന്തിരിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഓവർനൈറ്റ് വെക്കണം. ഇതിലെ പെസ്റ്റിസൈഡ്സ് ഒക്കെ നശിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നാളെ രാവിലെയാണ് നമുക്ക് വൈൻ മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇന്നലെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന മുന്തിരി ഒരു 3-4 തവണ സാധാ വെള്ളത്തിൽ കൂടി കഴുകി വൃത്തിയാക്കി വെള്ളത്തിന്റെ അംശമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനി ഈ മുന്തിരി കൈകൊണ്ട് നല്ലപോലെ ഞെരടി കൊടുക്കണം. കൈ നന്നായി ക്ലീൻ ആയിട്ടുള്ളതാവണം, വെറ്റ് ഹാൻഡ്സ് ആവാൻ പാടില്ല. ഇങ്ങനെ നന്നായി ഞെരടി മുന്തിരിയിലെ ജ്യൂസൊക്കെ കിട്ടുന്നവരെ ചെയ്യണം. ഇപ്പൊ അത്യാവശ്യം ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷൻ ആകുമ്പോൾ നമുക്ക് നിർത്താം. ഇനി ഇത് നമുക്കൊരു ഭരണിയിലേക്ക് മാറ്റാം. നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഭരണിയാണ്. കുറേശ്ശെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കിലോ മുന്തിരിക്ക് 1 കിലോ പഞ്ചസാരയാണ് അളവ്. പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. തടിയുടെ തവിയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ നല്ലത്. പഞ്ചസാരയൊക്കെ നല്ലോണം അലിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ആദ്യം ഏലക്ക ഇടാം. ഒന്ന് ഇതുപോലെ തൊലി പൊളിച്ചിട്ട് കൊടുത്താൽ നല്ലതാണ്. ഞാനിവിടെ 3 ഏലക്ക ആഡ് ചെയ്യുന്നുണ്ട്. നാല് ഗ്രാമ്പൂ, 1 കഷ്ണം പട്ട. ഇനി ഒരു വറ്റൽ മുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വറ്റൽ മുളക് ആഡ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് ചേർക്കുന്നുണ്ട്. വൈൻ്റെ വീര്യം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 2 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം ഭരണി അടയ്ക്കാം. ഇനി ഒരു വെള്ള തുണി കൊണ്ട് ഭരണി മൂടിക്കെട്ടി വെക്കാം. ഇനി ഇത് അനക്കാതെ ഒരു സ്ഥലത്ത് വെക്കണം. ഞാനിവിടെ എല്ലാ ദിവസവും രാവിലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ആണെങ്കിൽ രാവിലെ തന്നെ ഇളക്കുക, വൈകിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് 21 ദിവസം നമ്മളിങ്ങനെ കെട്ടിവെക്കണം. അങ്ങനെ 21ാമത്തെ ദിവസം നമ്മളിതാ ഭരണി തുറക്കുകയാണ്.
വൈൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു വലിയ ബൗളിലേക്ക് അരിച്ചെടുക്കാം. ബൗളിന്റെ മുകളിലേക്ക് ഒരു കോട്ടൺ തുണി ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് വേണം നമുക്ക് അരിച്ചെടുക്കാൻ. നമുക്കിവിടെ 2 തവണയായിട്ട് അരിച്ചെടുക്കാൻ പറ്റുള്ളൂ. കുറേശ്ശെ നമുക്ക് ആ തുണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇപ്പൊ ഞാൻ നമ്മുടെ വൈൻ ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. ശരിക്കും വൈൻ എപ്പോഴും നല്ല കറുത്ത കുപ്പിയിലൊക്കെയാണ് ഒഴിച്ചു വെക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുപ്പിയിൽ ഒഴിക്കുന്നത്. നല്ല മണവും നല്ല കളറും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു 2.5 ലിറ്റർ വൈൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വൈൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും ക്രിസ്മസിന് വൈനൊക്കെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.